ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കറൻ്റ്ലി ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്പ്രിംഗ് ഫീവർ എന്ന് പറയുന്ന ഈ ഒരു ഡ്രാമ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഥയിലെ നായിക എന്ന് പറയുന്നത് ഒരു സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ദേ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് കയറി വന്ന് പെട്ടെന്ന് ഇവളുടെ മുഖത്ത് ഒരൊറ്റ അടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മുടെ കഥയിലെ നായിക കണ്ണ് തുറക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് ഈ സെയിം സ്വപ്നം തന്നെയാണ് ഇവൾ റിപ്പീറ്റ് ചെയ്ത് എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ഒരു സ്വപ്നം കാണുമ്പോൾ ഇവളുടെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും. എന്തോ ഒരു പേടി തോന്നും ഇവൾക്ക് ഈ സ്വപ്നം കാണുമ്പോൾ. നമ്മുടെ നായികയും ഡെയിലി സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അവളും സ്വയം ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു വർഷമായില്ലേ ഈ സ്വപ്നം തന്നെ കാണുന്നു, എന്നിട്ട് ഇതുവരെ ആ ഒരു സ്വപ്നത്തിൻ്റെ പേടിയും ഇതുവരെ കുറഞ്ഞില്ലേ എന്ന് ആലോചിക്കുകയാണ് അവൾ. അങ്ങനെ നമ്മുടെ നായികയുടെ പേര് യുൺബോം എന്നാട്ടോ, നമുക്ക് ബോം എന്ന് വിളിക്കാം. ഈ ഒരു നാടിൻ്റെ, ഇവൾ ഈ സ്റ്റേ ചെയ്യുന്ന നാടിൻ്റെ ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോസ്റ്റൽ ഏരിയയാണ്. ഒരു തീരപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. ഒരുപാട് തിക്കും തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത കുറച്ചൊക്കെ കാം ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവൾ ഈ നാട്ടിൽ ഒരു ടീച്ചറായിട്ട് വന്നതാണ്. ഇവൾ മുൻപ് വർക്ക് ചെയ്തിരുന്നത് നമ്മുടെ സിറ്റി ആയിട്ടുള്ള സിയോളിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ ബോമിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളങ്ങനെ ആരോടും സംസാരിക്കുകയൊന്നുമില്ല. ഇവളുടെ കൂടെയുള്ള സ്റ്റാഫ് റൂമിലത്തെ ടീച്ചേഴ്സിനോട് പോലും ഇവൾ കാര്യമായിട്ട് സംസാരിക്കുകയോ മിണ്ടൊന്നും ചെയ്യില്ല. അപ്പോൾ ടീച്ചേഴ്സിനും ഇവളെക്കുറിച്ച് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഈ കാണുന്നതൊക്കെ ഇവളുടെ കൊളീഗ്സ് ആട്ടോ. ഇവരെല്ലാം ടീച്ചേഴ്സാണ് ഈ ഒരു സ്കൂളിലെ. അങ്ങനത്തെ എല്ലാവരും കൂടി സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ മെയിൻ സംസാരം പുതിയ ടീച്ചറായിട്ടുള്ള ബോമിനെ കുറിച്ചാണ്. കാരണം ഇവിടെ വന്നിട്ട് ഇത്രയും നാളായി, പക്ഷേ ഇവൾ ആരോടും തീരെ കമ്പനിയല്ല, തീരെ ഫ്രണ്ട്ലി അല്ല, ഒന്നും സംസാരിക്കുകയില്ല. അപ്പം നമ്മുടെ ബോമാണെങ്കിൽ തൊട്ട് പുറകെ നടന്നു വരുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നുമുണ്ട്. കാരണം ഇവൾ മുൻപ് ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്ന ഒരു ടീച്ചറായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ബോം അങ്ങനെ സ്റ്റൈലായിട്ടൊന്നും ഡ്രസ്സ് ചെയ്ത് വരില്ല. എപ്പോഴും ഒരു ബ്ലാക്ക് ഹൂഡീസും ബ്ലാക്ക് ജീൻസും ഒക്കെ ഇട്ടിട്ട് ഇവൾ വരുള്ളൂ. അങ്ങനെ സ്റ്റൈലോ അങ്ങനെ ഒരു കാര്യം ഇവൾ ശ്രദ്ധിക്കില്ല. പക്ഷേ മുൻപ് ഇവൾ സിയൂളിലായിരുന്ന സമയത്ത് ഇവൾ നല്ല രീതിയിൽ സ്റ്റൈലായിട്ട് ഡ്രസ്സ് ചെയ്യുമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ നായകൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഈ ടീച്ചേഴ്സ് ആരും തന്നെ അറിഞ്ഞിട്ടില്ല. ഇവരുടെ തൊട്ട് പുറകെ നമ്മുടെ ബോം ഇതെല്ലാം കേട്ടുകൊണ്ട് നടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടീച്ചർ പെട്ടെന്ന് എന്തോ സംസാരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് തൊട്ട് പുറകിൽ ദേ ബോം നിൽക്കുന്നു. ആകെ എന്തോ പോലെ ആവുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ഒരു ടീച്ചർ നമ്മുടെ ബോമിൻ്റെ അടുത്ത് ഹായ് മിസ് ബോം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് തലയൊന്നും അനക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മറുപടിയോ വികാരോ ഒന്നും തന്നെ ഇല്ലാത്തൊരു എക്സ്പ്രഷൻ ആട്ടോ അവളിടുന്നത്. ഈ ഒരു ടീച്ചർക്കാണെങ്കിൽ 2 ട്വിൻസ് ആൺപിള്ളേരുണ്ട്. അവരും ഈ ഒരു സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. അപ്പോഴാണ് ഒരു കൂട്ടം പിള്ളേർ ഒരു ആൺകുട്ടിയുടെ ചുറ്റും നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. ഈ ആൺകുട്ടി ഈ ഒരു സ്കൂളിൽ ഭയങ്കര ഹാൻഡ്സമാണ്, നല്ല ക്യൂട്ടാണ്. ഹൻജിയോൾ എന്നാട്ടോ പേര് ഇവൻ്റെ. ഈ ഹൻജിയോൾ ആണെങ്കിൽ ഇവിടെ നന്നായി പഠിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനൊക്കെ ഇവനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഹൻജിയോൾ ഇവിടുത്തെ ഒരു സാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹാൻസം പയ്യനും ഈ ഒരു സാറും കൂടി അങ്ങോട്ട് നീങ്ങി നിന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ നായിക ബോം അല്ലാതെ നേരത്തെ വേറൊരു ഫീമെയിൽ ടീച്ചറിനെ പരിചയപ്പെടുത്തിയില്ലേ, ആ ടീച്ചർ ഈ ഒരു സ്കൂളിലത്തെ കൊറിയൻ ലാംഗ്വേജിൻ്റെ ടീച്ചറാട്ടോ. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ടീച്ചർ എന്ന് പറയാം ഇനി അങ്ങോട്ട്. നമ്മുടെ നായിക താമസിക്കുന്ന വീടിൻ്റെ ഹൗസ് ഓണർ കൂടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരുടെ ഈ ഡോറിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു ടീച്ചർ പറയുന്നുണ്ട്, ഡോറിന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, ഒരു സ്പെയർ കീ എൻ്റെ കയ്യിലുണ്ടെന്ന് നമ്മുടെ നായികയുടെ അടുത്ത് പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഈ സ്യൂട്ടിട്ട് നിൽക്കുന്ന മനുഷ്യൻ ഇവരുടെ പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു. അപ്പോൾ വൈകാതെ തന്നെ മിഡ് ടേം എക്സാം ഉണ്ടാവും. അതിന് തൊട്ട് പുറകെ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ പുറത്തുനിന്ന് നല്ല രീതിയിൽ കാറ്റ് വരുന്നുണ്ട്. പുറത്തുനിന്ന് നന്നായി മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞിൻ്റെ സീസൺ അല്ല, പക്ഷെ മഞ്ഞ് നന്നായി പെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തണുപ്പ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് ടീച്ചർ വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടി വിൻഡോയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോഴാണ് പുറത്തൊരു കാഴ്ച കണ്ടിട്ട് ബാക്കിയുള്ള ടീച്ചേഴ്സിനെയൊക്കെ വിളിക്കുന്നത്. കാര്യം നോക്കുമ്പോൾ പുറത്ത് ഫുള്ള് മഞ്ഞാണ്. പക്ഷെ ഇവരൊന്ന് നോക്കുന്നത് അതല്ല. ഈ മഞ്ഞിലൂടെ ഒരു മനുഷ്യൻ നടന്നു വരികയാണ് കേട്ടോ ഇങ്ങോട്ട്. ഈ നടന്നു വരുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഹാൻസം പയ്യനില്ലേ, അവൻ്റെ അങ്കിളാണ് കേട്ടോ. ഇവൻ ഇവിടുത്തെ ഒരു ലോക്കൽ തഗ്ഗാണ്, ഒരു ഗുണ്ടയാണ്, കുറേ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. ഇവനെ കണ്ട വശം ഇവിടുത്തെ ഒരു ടീച്ചർ പെട്ടെന്ന് തന്നെ ഒരു മേശയുടെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ടീച്ചേഴ്സ് എല്ലാവരും അപ്പോഴത്തേക്കും ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഇവൻ അകത്തേക്ക് വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുകയാണ്. അങ്ങനെ ഇവൻ വന്ന വഴിക്ക് ആ ഡോർമ ഒരു തട്ടുകയാണ്. ആ തട്ടോട് കൂടി ഡോറ് തന്നെ ഓപ്പൺ ആവുകയാണ്. ഇത്ര കനത്ത മഞ്ഞത്തും ഒരു എക്സ്ട്രാ ഓവർകോട്ട് പോലും ഇടാതെയാണ് ഇവൻ വന്നിരിക്കുന്നത്. ഇവൻ്റെ ഒരു കയ്യിലാണെങ്കിൽ ഫുള്ള് ടാറ്റു ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മൈൻഡിൽ ഇതുപോലെ ടാറ്റു ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഫൈറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, തഗ്ഗാണ്, ലോക്കൽ ഗുണ്ടയാണ് എന്നൊക്കെ. നമ്മുടെ ഈ കഥയിലെ നായകനും ഇവൻ തന്നെയാണ് കേട്ടോ. ജയ്ഗ്യു എന്നാണ് ഇവൻ്റെ പേര്.
അപ്പോൾ ഇവൻ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ ഹാൻസം പയ്യൻ ഒരു സാറിനോട് പോയി സംസാരിച്ചില്ലേ? അപ്പോൾ ആ സാറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ സാറാണെങ്കിൽ മേശയുടെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ് ഇവനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബോമാണെങ്കിൽ ഇവനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്, അതായത് ഇവൻ അന്വേഷിച്ച് വന്ന സാർ ഇവിടെ ഇല്ല, ഒരു അത്യാവശ്യം വന്നിട്ട് നേരത്തെ വീട്ടിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ഇവൻ പറയണേ എന്നാൽ ഓക്കെ, ഞാൻ നാളെ വരെ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ഇത് കേട്ട ഉടനെ നമ്മുടെ ലാംഗ്വേജ് ടീച്ചർ നേരെ പോയി പ്രിൻസിപ്പളിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. പ്രിൻസിപ്പൾ ഓൾറെഡി ഒളിഞ്ഞിരിക്കുകയായിരുന്നു റൂമിൻ്റെ ഉള്ളിൽ. അങ്ങേരെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. പ്രിൻസിപ്പളാണെങ്കിൽ ഇവനെ കണ്ട വഴിക്ക് നിങ്ങളോ എന്താ ഇവിടെ, ഞാനൊരു അത്യാവശ്യമായിട്ട് ഒരു മെമ്മോ എഴുതാൻ വേണ്ടി പോയതാന്ന് പറയുകയാണ്. എന്നിട്ട് ഇവനോട് കാര്യം ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ നായകൻ ജേഗ്യു പറയുന്നുണ്ട്, കാലത്ത് എൻ്റെ നീസ് ഇവിടുത്തെ മിസ്റ്റർ ഹോങ്ങുമായിട്ട് സംസാരിച്ചു, അവൻ്റെ ഫിലിയൽ പിറ്റി അവാർഡ് ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് അവൻ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ സാറ് പറഞ്ഞത് പാരൻസ് ഇല്ലാത്തവർക്ക് ഇതിൽ ബിസിനസ് ഇല്ല എന്നാണ്. അപ്പോൾ നമ്മുടെ ഹാൻസം സ്റ്റുഡൻറ്റിന് ഈ ഒരു അങ്കിള് മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവനെ ചെറുപ്പം തൊട്ട് ഈ ഹാൻസം പയ്യനെ വളർത്തിയത് ഈ കാണുന്ന അങ്കിളാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ നീസിന് കിട്ടേണ്ട ഈ ഫിലിയൽ പൈറ്റി അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽഡേഴ്സിനോടുള്ള റെസ്പെക്റ്റ് അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഈ ഒരു നീസിന് പാരൻസ് ഇല്ല എന്നൊരൊറ്റ കാരണത്താലാണ് മിസ്റ്റർ ഹോങ് ഈ ഒരു അവാർഡ് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, മിസ്റ്റർ ഹോങ് അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾക്ക് ആളും അറിയതായിരിക്കും, അല്ലെങ്കിൽ കേട്ടതിൻ്റെ വ്യത്യാസമായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എന്നോട് എൻ്റെ ന്യൂസൊന്നല്ല പറഞ്ഞത്, ഞാൻ വേറെ ചില ആൾക്കാർ വഴിയാണ് ഈ ഒരു ന്യൂസ് അറിഞ്ഞതെന്ന് പറയാണ്. നമ്മുടെ നായകനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിൻസിപ്പൾ നമ്മുടെ ബോമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു കപ്പ് കോഫി എടുക്ക്, അത് കുടിച്ചു കഴിയുമ്പോഴേക്കും ഈ സാർ ഓക്കെ ആവും എന്ന് പറയാണ്. നമ്മുടെ നായകനായ ജയ്ഗ്യൂനാണെങ്കിൽ ഇത് കാണുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ പ്രിൻസിപ്പളിൻ്റെ കൈ പിടിച്ച് തിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെയുള്ള ഫീമെയിൽ സ്റ്റാഫിൻ്റെ അടുത്താണോ നിങ്ങൾ ചായയൊക്കെ എടുക്കാൻ പറയുന്നത്, നിങ്ങൾക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ബോമാണെങ്കിൽ അപ്പോഴേക്കും ഈ ചായ അല്ല കേട്ടോ, കോഫി എടുക്കാനായി കോഫി മെഷീൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് ഈ ഒരു നായകൻ നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അവളെ സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവളെ ഹായ് ബ്യൂട്ടി എന്ന് വിളിക്കുകയാണ്. അവളാണെങ്കിൽ മൊത്തത്തിൽ ഞെട്ടിപ്പോവാണ് കേട്ടോ, ഏതോ ഒരു മനുഷ്യൻ വന്നിട്ട് ബ്യൂട്ടി എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഈ സ്കൂളിലെ ഒരു ഫീമെയിൽ സ്റ്റുഡൻറ്റിനെ ആട്ടോ. അവളാണെങ്കിൽ ആർക്കും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹാൻസം പയ്യനില്ലേ അവൻ ഇവളുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അപ്പുറത്തിരുന്ന് ടെക്കബോക്കി കഴിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പയ്യൻ ഇവളുമായിട്ട് സംസാരിക്കുന്നത് ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നോക്കുന്നത് ഇവൻ വിളിച്ചവൾ വരുമോ, ഇങ്ങോട്ട് വരുമോ, ഫുഡ് കഴിക്കുമോ നമ്മുടെ കൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവൾ ക്രോസ് ചെയ്ത് പോവുകയാണ്. സെജിനാണെങ്കിൽ ഇവനോട് പറഞ്ഞത് അവൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ മാത്രമായിരുന്നു ഫുഡ് കഴിക്കുന്ന കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഫ്രണ്ട്സിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മാത്രമല്ല ഫ്രണ്ട്സ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് ഈ ഒരു സ്കൂളിൽ അവൾക്ക് മാത്രമേ നിന്നെ കണ്ണിന് നേരെ കണ്ട ഇഷ്ടമില്ലാത്തുള്ളൂ, ബാക്കി എല്ലാ പെൺപിള്ളേർക്കും നിന്നെ കണ്ട അപ്പം ഫ്ലാറ്റ് ആണെന്ന് പറയാം. അപ്പോഴാണ് ഒരു ഫ്രണ്ട് പറയുന്നത്, അവൻ്റെ ഫോണിൽ മെസ്സേജ് വന്നിരുന്നു, അതായത് ഇവൻ്റെ അങ്കിള് സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് മറ്റേ ഒരു ഫ്രണ്ട് പറയുന്നത്, അതെ നിൻ്റെ അവാർഡ് ക്യാൻസലായ കാര്യം ഞാൻ അറിയാതെ നിൻ്റെ അങ്കിളിനോട് പറഞ്ഞു പോയി എന്ന് പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഇവൻ പെട്ടെന്ന് സ്കൂളിലേക്ക് ഓടുകയാണ് കേട്ടോ. സ്റ്റാഫ് റൂമിലാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൾ നായകൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോക്ക് ചെയ്യാം കേട്ടോ എന്ന്. അപ്പോൾ സ്മോക്ക് എന്ന കാര്യം കേൾക്കുമ്പോഴേക്കും ഒരു ദേഷ്യം വരണം. ഒരു സ്കൂളിൽ വെച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനല്ലേ ചോദിച്ചിട്ട് ഒരു മേശ അങ്ങ് പൊളിക്കുകയാണ്, അതും ജസ്റ്റ് ഒരൊറ്റ പഞ്ചിന്. എന്നിട്ട് നമ്മുടെ നായകനായ ജയ്ഗ്യു ഈ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, അതായത് ഈ അവാർഡ് ശരിക്കും ആർക്കാണ് കിട്ടുകയെന്ന്. അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, ശരിക്കും ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് വളർത്തിയ ഒരു കൊച്ചിനാണ് ഈ ഒരു അവാർഡ് കൊടുക്കേണ്ടത് എന്നതാണ്. ഇത് കേട്ട ഉടനെ ജയ്ഗ്യു പറയുന്നുണ്ട്, 3ാമത്തെ മാസത്തിൽ ഈ ഇഞ്ചക്ഷൻ കൊടുത്തു, 4ാമത്തെ മാസത്തിൽ ഈ ഇഞ്ചക്ഷൻ കൊടുത്തു, അങ്ങനെ ഓരോ ഇഞ്ചക്ഷനും കൊടുത്ത ഡേറ്റും സമയമൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഇവനെന്തൊക്കെ അവാർഡ്സ് കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് പ്രിൻസിപ്പലിനോടും ബാക്കിയുള്ള സ്റ്റാഫിനോടും, ഞാൻ അവൻ്റെ പാരൻ്റ് അല്ലെങ്കിൽ പിന്നെ ഞാൻ ആരായിട്ടാണ് അറിയപ്പെടുക, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് അവൻ്റെ കാര്യങ്ങളെന്ന് പറയാണ്. അപ്പോഴാണ് കോഫി മെഷീനിൽ ശബ്ദം വരുന്നത്. ഇവൻ പെട്ടെന്ന് തന്നെ പോയി കോഫി എടുത്ത് ഈ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ആ മേശമേ 2 അടി അടിക്കുകയാണ്. എന്നിട്ട് താഴെയുള്ള ടീച്ചറിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ബായ് പറഞ്ഞിട്ട് പോവുകയാണ്. അതായത് വന്നപ്പോൾ തൊട്ടേ നമ്മുടെ ജയ്ഗ്യൂന് അറിയായിരുന്നു ഈ ഒരു മേശയുടെ കീഴിൽ ഈ ഒരു സാറ് മിസ്റ്റർ ഹോങ് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന്. എന്തായാലും കൂടുതലൊന്നും സംസാരിക്കാതെ അവൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. തൊട്ടു പുറകെ നമ്മുടെ നായക ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരികയാണ്. അതായത് നമ്മുടെ പയ്യന് ഒരു അങ്കിള് മാത്രമേ ഉള്ളൂ, പാരൻസ് ഇല്ലെന്നൊക്കെ ഇവൾക്കറിയാം, പക്ഷേ ഈ അങ്കിളിന് എന്താ ജോലി, ഇവൻ്റെ മെറ്റേണൽ അങ്കിളാണോ പെറ്റേണൽ അങ്കിളാണോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റേ ഫീമെയിൽ ടീച്ചർ ചോദിക്കുകയാണ്, അപ്പോൾ സംസാരിക്കാനൊക്കെ അറിയാലോ എന്ന് ചോദിക്കുകയാണ്.
എന്നിട്ട് ഈ സ്റ്റാഫ് റൂമിൽ ഓരോ ടീച്ചേഴ്സും അവരുടെ വ്യൂ പോയിന്റിലുള്ള നമ്മുടെ ജേഗ്യുവിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ. അതായത് ഇവൻ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒരുപാട് ബോഡി ഗാർഡ്സ് ഉണ്ടാവും, നന്നായി ഫൈറ്റ് ചെയ്യും, ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഇവനെ കാണാം. ഒരു സമയത്ത് ഇവൻ കാറ് പൊന്തിച്ച് നിൽക്കുന്നത് കണ്ടു, കയ്യിലാണെങ്കിൽ വലിയ ടാറ്റു ഉണ്ട്. പിന്നെ വേറൊരു സമയത്ത് ഒരു രാത്രി ഇവൻ ഒരു കാട്ടിൽ എന്തോ ഒരു ഡെഡ് ബോഡി കുഴിച്ചിടുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ പയ്യൻ ഓടി അങ്ങോട്ട് എത്തുന്നത് കേട്ടോ. അപ്പോൾ അവൻ നോക്കുമ്പോൾ നിലത്ത് പൊട്ടി കിടക്കുന്ന ആ ഒരു ചെടിച്ചട്ടിയൊക്കെ കാണുന്നുണ്ട്. അവൻ എന്നിട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ഹോങ് ആണെങ്കിൽ എടുത്തടിക്കാൻ അവനെ ചീത്ത പറയാണ് കേട്ടോ. അതായത് ദേ ഇവിടെ പൊട്ടി കിടക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഓക്കെ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ബോമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂലൊക്കെ എടുത്തിട്ട് ആ ചെടിച്ചട്ടിയൊക്കെ പൊട്ടിക്കെടുക്കുന്നത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പയ്യൻ നിന്നു. എന്നിട്ട് പയ്യൻ ഇവളോട് സോറി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നില്ല, അദ്ദേഹം ഓവർ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അങ്ങേരെ എങ്ങനെയോ അറിഞ്ഞതാണെന്ന് പറയാണ്. അപ്പോൾ ബോം നമ്മുടെ പയ്യനോട് പറയാണ് ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അത് പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ ആലോചിച്ച് സങ്കടപ്പെടും. അതുകൊണ്ട് നിൻ്റെ ബ്രദർ ചെയ്തത് അല്ലെങ്കിൽ നിൻ്റെ അങ്കിൾ ചെയ്തത് കറക്റ്റ് ആണെന്ന രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബോം ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നതാട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ഫുള്ള് റെഡിമെയ്ഡ് കറി, റെഡിമെയ്ഡ് ഫുഡ്, അങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ബോമിന് മെസ്സേജ് വരുന്നത് കേട്ടോ. അതായത് നീ എവിടെയാ, നിനക്ക് ഇഷ്ടമുള്ള ചിക്കൻ സൂപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബോം, നീ എവിടെയാണെങ്കിലും വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു മെസ്സേജാണ്. ഈ മെസ്സേജ് കാണുമ്പോൾ നമ്മുടെ ബോമിനും നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ആ മെസ്സേജ് അയച്ച ആൾ പറയുന്നുണ്ട് ഞാൻ നിന്നോട് അങ്ങനെയൊന്നും അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, അന്ന് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അതെ നമ്മുടെ ബോം വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയിട്ട് അവൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കീ ആണെങ്കിൽ പൊട്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഫുൾ ആലോചിച്ചിട്ട് ഇവൾക്ക് വന്ന മെസ്സേജും ഒക്കെ കൂടി ഇങ്ങനെ ഓർത്തിട്ട് ഇവൾ പെട്ടെന്ന് ആ ബാക്കി പൊട്ടിയ ആ ഒരു കീയെ കുളത്തിലേക്ക് വലിച്ചെറിയാണ്. കുളമോ പുഴയോ അവിടേക്ക് വലിച്ചെറിയാണ്. മുൻപ് പറഞ്ഞ പോലെ ഇവളുടെ കൂടെയുള്ള കൊളീഗ് തന്നെയാണെന്ന് തോന്നുന്നു ഈ വീടിൻ്റെ ഓണർ. അപ്പോൾ ഇവൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് സ്പെയർ കീയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്ന് മെസ്സേജ് അയച്ചിടുകയാണ്. അങ്ങനെ നമ്മുടെ ലാംഗ്വേജ് ടീച്ചറിൻ്റെ വീട്ടിലേക്കാട്ടോ ഇപ്പം നമ്മുടെ ബോം നടന്നുകൊണ്ടിരിക്കുന്ന സ്പെയർ കീ വാങ്ങാൻ വേണ്ടി. അപ്പോഴാണ് ഒരു കാര്യം ഇവൾ ശ്രദ്ധിക്കുന്നത്. നടന്നു പോകുന്ന വഴിയിലത്തെ പോസ്റ്റിൻ്റെ ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കുറച്ച് ദൂരെ ആയിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ കയ്യിൽ ഫുള്ള് ടാറ്റു കാണാണ്. ഇവൾക്ക് മനസ്സിലാവുകയാണ് ഇത് അവൻ്റെ അങ്കിളാണ്. ഇവളാണെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷനിലാണ്, ഓടണോ നിൽക്കണോ എന്നൊക്കെ. അപ്പോഴാണ് നമ്മുടെ അങ്കിള് ഓടി ഇവളുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. അങ്കിൾ ഓടി വരുന്ന കാണുമ്പോൾ തന്നെ ഇവളുടെ ജീവൻ പോയി. ഇവളങ്ങ് ഓടുകയാണ് ഇവളുടെ വീട്ടിലേക്ക് തിരിച്ച്. ഓടിപ്പോകുന്ന വഴിയിൽ ഇവൾ പെട്ടെന്ന് തന്നെ എമർജൻസി നമ്പറിലൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൾ കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനു മുമ്പേ ഇവളുടെ ഫോണൊക്കെ നിലത്ത് വീഴുകയാണ്. ഫോൺ എങ്ങനെയാണ് നിലത്ത് വീഴുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെക്കാളും നല്ല സ്പീഡിലാണ് നമ്മുടെ നായകൻ ഓടി വന്നേട്ടോ. എന്നിട്ട് ഇവളുടെ പുറകിൽ ഒരു ചിക്കൻ സ്ക്യൂർ വെക്കുമ്പോൾ ഇവളത് കത്തിയാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേടിയിലാണ് ഇവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ നിലത്ത് വീഴുന്നത്. നിലത്ത് വീണ ഇവളുടെ ഫോൺ ഇവൾക്ക് കൊടുക്കുന്നത് നമ്മുടെ നായകനാട്ടോ. അപ്പോൾ അവൻ നോക്കുമ്പോൾ എമർജൻസി നമ്പറിൽ ഇവൾ കോൾ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അല്ല നിങ്ങൾ എന്താ എമർജൻസി നമ്പറിൽ കോൾ ചെയ്യാൻ നിൽക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് പ്ലീസ് എന്നെ കൊല്ലരുത്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അവരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി, പ്ലീസ് എന്നെ കൊല്ലരുത്, എന്നെ കുത്തി കൊല്ലരുത് എന്നൊക്കെ ഇവനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ കുത്തി കൊല്ലരുതെന്നോ നിങ്ങളെന്താ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ചിക്കൻ സ്ക്യൂവർ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ടാണോ ഞാൻ നിങ്ങളെ കൊല്ലാൻ പോണേന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവൾക്കൊരു കാര്യം മനസ്സിലായത്, ഇത് കത്തിയൊന്നല്ല ഇവളുടെ മേത്ത് കുത്തിയത്. അപ്പോൾ ഇവളുടെ പുറകിൽ എന്തോ ലിക്വിഡ് ആയ പോലെ അവൾക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അവളത് ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ചിക്കൻ സ്ക്യൂവറിൻ്റെ സോസിൻ്റെ ആ ഒരു ടേസ്റ്റാണ്, അപ്പോൾ ബ്ലഡ് അല്ല. എന്നിട്ട് നമ്മുടെ ബോം പറയുന്നുണ്ട് അല്ല പാതിരാത്രി നിങ്ങൾ ആ ടാറ്റു ചെയ്ത കൈയൊക്കെ ആയിട്ട് ഓടി വരുന്ന കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി എന്ന് പറയാണ്. ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഊരി എടുക്കുകയാണ് കേട്ടോ. ഇത് ടാറ്റു ചെയ്ത കൈയൊന്നുമല്ല എന്ന് പറയാണ്. എന്നിട്ട് അത് ഊരി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇവന് ഗിഫ്റ്റ് കിട്ടിയതാണ്, അപ്പോൾ ഇതിടാൻ ഇഷ്ടമായതുകൊണ്ട് ഇടുന്നതാണ്. ബോമാണെങ്കിൽ മൊത്തത്തിൽ ചമ്മിയത് കൊണ്ട് തന്നെ ഇവനോട് പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഇവിടുത്തെ ഏരിയനെ കുറിച്ചൊന്നും അറിയാത്ത കാരണം തെറ്റ് പറ്റിയതാണ്, സോറി എന്ന് പറയാണ്. എന്നിട്ട് അവള് വീട്ടിലേക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതെ വേഗം കയറിക്കോ, പുറത്ത് നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറയാണ്. അപ്പോൾ ബോം പറയുന്നുണ്ട് അല്ല നിങ്ങൾ പൊക്കോളൂ, ഡോർ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുക, എനിക്കിത് പുറത്തുനിന്ന് തുറക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്പെയർ കീ വാങ്ങിയിട്ട് വരാമെന്ന് പറയാണ്. ഇത് കേട്ട വഴിക്ക് ഇവൻ ഇത് അകത്തുനിന്ന് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓടി ഇടിക്കാൻ ചെല്ലണം, അതായത് ഡോറ് പൊളിച്ച് ചെല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ അവൻ ഡോറൊന്നും പൊളിക്കുന്നില്ല, മതിൽ ചാടി കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് അകത്തു കൂടെ ഈ ഡോറ് തുറന്നു കൊടുക്കുകയാണ് അവൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട് അതെ സോസൊക്കെ നന്നായി തണുത്തു തുടങ്ങി, ഞാൻ വേഗം പോട്ടെ പറഞ്ഞിട്ട് ഒരു ഒറ്റ ഓട്ടം കൊടുക്കുകയാണ് കേട്ടോ ചൂടാറുന്നതിന് മുൻപ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീസിന് വേണ്ടിയിട്ടാണ്. ഇവൻ്റെ ഈ നീസിൻ്റെ ഫേവറേറ്റ് ഫുഡായിട്ടാണ് കേട്ടോ ഈ ചിക്കൻ സ്ക്യൂവേഴ്സ്. അതുകൊണ്ടാണ് ചൂടോടെ ഇവന് കഴിക്കാൻ വേണ്ടി ഓടി വന്നത്. ആ ഒരു ഓട്ടം കണ്ടിട്ടാണ് നമ്മുടെ ബോം പേടിച്ചത്. നമ്മുടെ നായകനാണെങ്കിൽ വീട്ടിൽ വന്ന വഴിക്ക് നമ്മുടെ പയ്യന് കിട്ടിയിട്ടുള്ള ഒരുപാട് അവാർഡ്സ് ഇരിക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് തുടച്ചു വെക്കുകയാണ് കേട്ടോ. ഇതിന്മേക്ക് പൊടിയുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ വീട്ടിൽ വേറൊരാളും കൂടിയുണ്ട്. അയാൾ പറയുന്നുണ്ട് അതെ നിങ്ങൾ ചിക്കൻ സ്ക്യൂവേഴ്സ് വാങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഇത് തുടച്ചത്.
അതുകൊണ്ട് തന്നെ ഈ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അതിന്മേൽ വീണ്ടും പൊടി പിടിക്കാൻ ചാൻസസ് ഒന്നുമില്ല. വളരെ കുറവാണ് ചാൻസസ് എന്ന് പറയാം. അതെ, ഇവനാണ് നമ്മുടെ അങ്കിളിൻ്റെയും നീസിൻ്റെയും കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ പയ്യൻ പയ്യൻ എന്നുള്ള വിളി മാറ്റിയിട്ട് ഇനി അങ്ങോട്ട് നീസ് എന്ന് തന്നെ പറയാം. ജയ്ക്കു എന്നിട്ട് നമ്മുടെ നീസിൻ്റെ അടുത്ത് ബോമിനെ കുറിച്ച് ചോദിക്കുകയാണ്. നിന്റെ ഹോം റൂം ടീച്ചർ സിയോൾ എന്നല്ലേ വന്നിരിക്കുന്നത് ചോദിക്കുകയാണ്. പിന്നെ ഈ ഹോം റൂം ടീച്ചറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അറ്റൻഡൻസ് എടുക്കുക, ഇവരുടെ ഡെയിലി കാര്യങ്ങൾ നോക്കുക, അതായത് ഇവരുടെ ക്യാരക്ടർ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യലും നോക്കലാണ് ഹോം റൂം ടീച്ചറായ നമ്മുടെ ബോമിൻ്റെ ഡ്യൂട്ടി. കേൾക്കുമ്പോൾ നീസ് പറയുന്നുണ്ട്, എൻ്റെ ഹോം റൂം ടീച്ചർ ആരായാലും അതിനെക്കുറിച്ചൊന്നും അങ്കിൾ വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജയ്ഗയും അതുപോലെ തന്നെ മറ്റേ ആളും കൂടിയിട്ട് ഈ ട്രാഷ് കളയാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. ഈ മറ്റേ ആൾ എന്ന് പറയുന്ന ആളുടെ പേര് ഫിലിപ്പ് എന്നാട്ടോ ഇവർ വിളിക്കുന്നത്. ജയ്ഗു എന്നിട്ട് പാസ്റ്റിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് ആലോചിക്കുകയാണ്. അതായത് ഒരിക്കൽ നമ്മുടെ ബോം എവിടെയോ വെച്ച് വീഴാൻ പോകുമ്പോൾ ഇവൻ ഇവളെ വീഴാതെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഇവനത് ഓർമ്മയുണ്ട്, പക്ഷെ നമ്മുടെ ബോമിന് ഇവനെ ഓർമ്മയില്ല. അപ്പോൾ ഇവർ തമ്മിൽ മുൻപ് എങ്ങനെയോ കണ്ടുമുട്ടിയിട്ടുണ്ട്. ജയ്ഗു ഇവളെ ഈ സ്കൂളിൽ കണ്ടപ്പോൾ ചുമ്മാ പോയിട്ട് ഹലോ ബ്യൂട്ടി എന്ന് പറഞ്ഞതല്ല, ഇവൾ മുൻപ് സംസാരിച്ചപ്പോൾ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിലാണ് ബ്യൂട്ടി എന്ന് പോയി ഇവളുടെ അടുത്ത് പറഞ്ഞത് അന്ന് സ്കൂളിൽ വെച്ചിട്ട്. എന്നിട്ട് ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അവൾക്കപ്പോൾ ശരിക്കും എന്നെ ഓർമ്മയില്ല അല്ലേ. ഇങ്ങനെ ആലോചിച്ച് തല ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോഴാണ് ഫുള്ള് ചെറി ബ്ലോസം ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. ചെറി ബ്ലോസം കാണുമ്പോൾ ഇവൻ ഫിലിപ്പിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സ്പ്രിംഗ് സീസൺ ആയി തോന്നുന്നു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഫിലിപ്പ് പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങൾക്ക് സ്പ്രിംഗ് ഇഷ്ടമല്ലല്ലോ, നിങ്ങൾക്ക് വിൻ്റർ അല്ലേ ഇഷ്ടം, തണുപ്പല്ലേ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയാണ്. മറുപടിയായിട്ട് സ്പ്രിങ്ങിനെ ഇഷ്ടപ്പെടാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നെക്സ്റ്റ് ഡേ ആയിട്ടോ നമ്മുടെ ബോമാണെങ്കിൽ ഇവരുടെ അടുത്ത് പാരൻസ് ടീച്ചർ മീറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന കാര്യം ആലോചിക്കുകയാണ്. മറ്റേ ലാംഗ്വേജ് ടീച്ചറിൻ്റെ 2 ട്വിൻസും ഇവളുടെ ക്ലാസ്സിലുണ്ട്. അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉഴപ്പാണ്. പിന്നെയുള്ള നമ്മുടെ സെജിനാണെങ്കിൽ അവളുടെ അച്ഛൻ ഗവർണറാണ്. അവൾക്കാണെങ്കിൽ സെക്കൻഡ് പ്ലേസ് ആണ് ക്ലാസ്സിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ നായകൻ്റെ നീസാണ്. അവനാണെങ്കിൽ ഫസ്റ്റ് പ്ലേസ് ആണ് കിട്ടിയിരിക്കുന്നത് ക്ലാസ്സിൽ. അപ്പോൾ ഇവളിങ്ങനെ തലവേദനിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഇനിയിപ്പോൾ ആരെയൊക്കെ വിളിച്ച് എന്തൊക്കെ പറയണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യം ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് സെജിൻ ചോദിക്കുന്നത്, അല്ല എൻ്റെ പാരൻസിന് വരാൻ പറ്റില്ല, അവർക്ക് ബിസിയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബോം പറയുന്നുണ്ട്, ബിസി അല്ലേ, അത് കുഴപ്പമില്ല, അവരുടെ ടൈമിന് ഞാൻ ഷെഡ്യൂൾ ചെയ്തോളാം എന്ന് പറയാണ്. അത് കേൾക്കുന്ന ഉടനെ തന്നെ ഇവൾ പറയുന്നുണ്ട്, അതെന്താ ഹെൻജിയോളുടെ പാരൻസ് വരുന്നില്ലല്ലോ പിന്നെ എന്താന്ന് ചോദിക്കുകയാണ്. ഹെൻജിയോൾ നമ്മുടെ നീസാട്ടോ, അവൻ്റെ പാരൻസ് ആണെങ്കിൽ ഓൾറെഡി മരിച്ചുപോയി, അത് ക്ലാസ്സിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ സെജിനോട് പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് സെജിൻ ബോമിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരികയാണ് കേട്ടോ. എന്നിട്ട് സെജിൻ പറയുന്നുണ്ട്, എൻ്റെ പാരൻസ് രണ്ടുപേരും ക്യാമ്പയിനും ഇലക്ഷനും കാരണം ഭയങ്കര ബിസിയാണ്. എന്നിട്ട് സെജിൻ പറയുന്നുണ്ട്, ഒരു മകള് അവളുടെ പാരൻസിൻ്റെ വഴിയിൽ കയറി ഒരു വഴിമുടക്കായിട്ട് നിൽക്കരുതല്ലോ എന്ന് പറയാണ്. ടീച്ചറിന് ഇതിനെക്കുറിച്ച് നന്നായി അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് സെജിൻ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. ഇവളാകെ ഷോക്കായി പോവാണ്. എന്തോ ഒരു കാര്യം ഈ ഒരു ഡയലോഗിനെ കുറിച്ചുണ്ട്, അത് നമുക്ക് ഇപ്പോൾ അറിയില്ല. ബോം ആണെങ്കിൽ സ്റ്റാഫ് റൂമിൽ വന്നിരുന്ന് ഓരോ പാരൻസിനെയും മീറ്റ് ചെയ്യേണ്ട ടൈം അവരെ വിളിച്ച് കൺഫേം ചെയ്യാണ് കേട്ടോ. അപ്പോഴാണ് ഇനി അടുത്തത് വിളിക്കേണ്ട ആൾ നമ്മുടെ അങ്കിളിനെയാണ്, നമ്മുടെ നായകനെയാണ്. അപ്പോൾ ഓരോ സ്റ്റാഫും പറയുന്നുണ്ട്, ഓ അവനെയൊക്കെ വിളിക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്, ഇന്നെന്ന് പറഞ്ഞാൽ നാളെയെന്ന് പറയും, നാളെയെന്ന് പറഞ്ഞാൽ മറ്റന്നാളെന്ന് പറയും, അങ്ങനത്തെ സ്വഭാവമാണെന്നൊക്കെ ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സ്റ്റാഫ് എല്ലാവരും പറയുന്നുണ്ട്, അധികം വൈകിക്കേണ്ട, ഇപ്പം തന്നെ വിളിച്ച് ഡേറ്റ് അങ്ങ് കൺഫേം ആക്കിയെന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ നായകനാണെങ്കിൽ അവൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെയും കൊണ്ട് ഒരു കടയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ നമ്മുടെ നായകന് കുറച്ച് ക്യാഷൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ നായകനാണെങ്കിൽ ക്യാഷ് ഒന്നല്ല ചോദിക്കുന്നത്, പകരം അവിടുത്തെ ഫുഡാണ് കേട്ടോ. അങ്ങനെ ടക്കബോക്കി കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ബോമിൻ്റെ കോള് ഇവന് വരുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് പാർട്ടാണേ, സെക്കൻഡ് പാർട്ട് ഞാൻ അധികം ലേറ്റ് ആക്കാതെ ഇടാം.